ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ടിപ്രറി എന്ന് പറയുന്ന കൗണ്ടിയിൽ വി പാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലെ അയർലൻഡിലെ ഒരു മൂന്നാർ. അപ്പോൾ നമ്മളിന്ന് പോകാൻ റെഡി ആവണം. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട്, ലിൻസി ചേച്ചിയും ഫാമിലി ഉണ്ട്. അപ്പോൾ ചേട്ടായി ഞാനും കണ്ടപ്പോഴും അപ്പോൾ നമ്മളിന്ന് വി പാസിലെ കാഴ്ചകൾ കാണാൻ പോകും. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ, പോവാം. നമ്മളിവിടെ വീപ്പാസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ പൂവ്. ഇത് ആക്ച്വലി ഇത് വിരിഞ്ഞ് കഴിയാറായി ഏകദേശം. അപ്പോൾ ഈ ഒരു വീക്ക് കൊണ്ട് ഇത് കഴിയും. അപ്പം അതുകൊണ്ട് ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതാണ് ആ സാധനം. പിന്നെ അവിടെയൊക്കെ കുറച്ച് ഇത് ആക്ച്വലി ഈ വ്യൂ പോയിന്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളിങ്ങനെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചുമ്മാ അന്ന് നമുക്ക് ഒരു ദിവസം ചുമ്മാ കണ്ടൊക്കെ പോകാനുള്ള രീതിക്കൊക്കെ ഉള്ളതുണ്ട്. ഇനി നോക്കാം, ഇനി മോളിൽ ചെന്നിട്ട് എന്നാ ഉള്ളതെന്ന് അവിടെ പോയി നോക്കാം. നമ്മളിങ്ങനെ ഹെയർ പിൻ കയറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരികയാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഒരു 2 വീക്സ് മുന്നേ ഒക്കെ ഇവിടെ ഫുള്ള് പൂവായിരുന്നെന്നാ പറഞ്ഞത്, ഈ വയലറ്റ് കളറില്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ലേക്കിൻ്റെ അവിടെ എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഫീ ഒന്നുമില്ല. അകത്ത് വേറെ ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ തൽക്കാലം പാർക്ക് ചെയ്യാനൊന്നും ഫീസൊന്നും ഇല്ല. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മളിനി കാറിനി നമുക്കിനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ നടന്ന് തന്നെ പോകണം. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട്, നല്ല വ്യൂ ഒക്കെ ഉണ്ട് നമുക്കിവിടെ. അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ ലേക്കിൻ്റെ അങ്ങോട്ട് പോവാം. ഫൈനലി നടന്നതേക്ക് നമ്മുടെ ലേക്കിൻ്റെ അടുത്തേക്കുമാണ്. അങ്ങോട്ടേക്ക് പോവാൻ അതുവഴി വഴിയുണ്ട്. ഈ കണ്ണപ്പനയിൽ ലിറ്റിച്ചേച്ചൊക്കെ അവിടെ ഇറങ്ങി നിന്നു ഓൾറെഡി. അപ്പോൾ ഞാനും അങ്ങോട്ട് പോവാണ്. നോക്കാം.
ഇവിടെയും മറ്റേ ആ ചെടി തന്നെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. ആ ലേക്ക് ഉണ്ട്, പിന്നെ ഇതുപോലെ കുറച്ച് നേച്ചറൊക്കെ കണ്ട് ഇങ്ങനെ നല്ല ഗ്രീനൊക്കെ കണ്ട് ഫ്രഷ് എയർ ഒക്കെ അടിച്ചിങ്ങനെ നടക്കാം. ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു ട്രിപ്പ് പോകണമെങ്കിൽ 5 പൈസ ചിലവില്ലാണ്ട് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ വന്നൊരു ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ഈ ഭാഗത്ത്. അതും ഐറിഷുകാരുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഒരു ദിവസം ഫാമിലിയോടെ നമുക്കിവിടെ ഇങ്ങനെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാം. പിള്ളേർക്ക് കയറാൻ അങ്ങനെ റൈഡും കാര്യങ്ങളുമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ നേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.